ശ്രീത് പണിക്കർ, ഈ പ്രചാരണത്തിലെ ആവേശം പോളിംഗിലും നിഴലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ചില മണ്ഡലങ്ങൾ ഉദാഹരണമായി എടുത്താൽ, ഇപ്പോൾ നേമവും കഴക്കൂട്ടവും ഒക്കെ വോട്ടുകൾ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എടുത്താൽ കുറവാണ്. കാരണം വോട്ടർമാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും അവിടെ കുറഞ്ഞിരുന്നു 2021-നേക്കാൾ. ഇത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റാവുന്ന ഒരു സമയമാണോ ഇത്? അത് ആർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഓൺ പേപ്പർ ഇത്രത്തോളം രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നേമത്ത് ഇപ്പോൾ 2021-ലും 2016-ലും ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 1,46,000-ഉം 1,42,000-ഉമാണ്. ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും 1.46 ലാക്സും 1.42 ലാക്സുമാണ്. ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന നിയമത്തിലെ കണക്കെന്ന് പറയുന്നതും ഏതാണ്ട് 1.4 ലാക്സിനടുത്ത് വരുന്ന കണക്കാണ്. അപ്പോൾ ആക്ച്വലി അവിടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 തവണ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 55K വോട്ട് കിട്ടുന്ന ആൾക്കാർക്കാണ് ജയസാധ്യതയുള്ളത്. നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് പിടിച്ചാൽ പോലും ഏതാണ്ട് ഒരു 55,000 വോട്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരു സേഫ് ആകാൻ പറ്റുന്ന ഒരു മാർജിൻ അത്രത്തോളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ശ്രീ വി ശിവൻകുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിംഗ് ഒന്നും പൊതുവെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജനറലി ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ ഒറ്റതിരിഞ്ഞ് മാറ്റി നിർത്തി അദ്ദേഹത്തിന് ആ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ എവിടെയൊക്കെ കോർ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ, അനുഭാവി വോട്ടുകൾ ഉണ്ടോ അത് കൃത്യമായിട്ട് അദ്ദേഹം പോൾ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ BJPയുടെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 22,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേമത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി കൗൺസിലർമാർ അവിടെ BJPക്ക് കിട്ടിയിരിക്കുന്ന നേമത്ത് നിന്നാണ്. അപ്പോൾ ഒരു BJP സ്വഭാവം പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് നേമം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് BJP അനുഭാവികളുടെ വോട്ടുകളും പൂർണ്ണമായിട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. പിന്നെ അവിടുത്തെ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത് ശബരിനാഥന്റെ പ്രസൻസ് ആണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 35,000-36,000 വോട്ടാണ് ശ്രീ K മുരളീധരൻ പിടിച്ചത്. അതേപോലെയുള്ള വോട്ട് പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ? സാധിച്ചില്ല എങ്കിൽ ആ വോട്ട് എങ്ങനെ സ്പ്ലിറ്റായി പോകും? അങ്ങനെയാണെങ്കിൽ നാച്ചുറലി നമുക്കത് കരുതാൻ കഴിയുന്നത് അത് BJPയിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഡീലിമിറ്റേഷന് മുമ്പുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ നിന്ന് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വോട്ട് ഏതൊക്കെ സമയത്ത് കുറഞ്ഞിട്ടുണ്ടോ ആ സമയത്താണ് അവിടെ BJPക്ക് വലിയൊരു വർധനയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ശബരിനാഥന് കോട്ട കാക്കാനായിട്ട് പറ്റിയാൽ നിലവിലുള്ള അതേ സാഹചര്യം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് വോട്ടുകളിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖറിനെതിരെയും നേരത്തെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വികാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അങ്ങനെ ക്ലീൻ ഇമേജ് ഉള്ള 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചിടത്തോളം വലിയൊരു ഡിപ്പ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ SIR-മായി ബന്ധപ്പെട്ട് പറയുമ്പോൾ SIR-ൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ റീആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ലെയർ ഉള്ള പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ രേഖകളാണ് കൊടുക്കേണ്ടത്, ഇനി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രേഖകളല്ലാതെ മറ്റെന്തൊക്കെ രേഖകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കാമെന്നത് കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അതിന് ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വോട്ട് ഈ മണ്ഡലത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള പരാതികളൊന്നും തന്നെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആയുധമായിട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത്രത്തോളം വോട്ട് അവിടെ നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1 മരണപ്പെട്ട ആൾക്കാരുടെ വോട്ടാണ്, 2 ഈ സംസ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നതോ അല്ലെങ്കിൽ മണ്ഡലം മാറിയിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. കാരണം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ SIR വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് വോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പോയി എന്ന് പറയുമ്പോഴും ഇതിന് കൃത്യമായിട്ട് ഇന്നയാളിന്റെ ലെജിറ്റിമേറ്റ് വോട്ട് നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാതി രാജ്യം മൊത്തത്തിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഈ വോട്ടുകൾ ഒരുപക്ഷെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് നിയമത്തുണ്ടായിരുന്ന സമയത്തും 1,46,000 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഏതാണ്ട് 60,000 വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. ശരിയാണ്. പാലക്കാട് കണക്കും വന്നിട്ടുണ്ട്. പാലക്കാട് നമുക്ക് സമാനമായ കണക്ക് തന്നെയാണ്. പാലക്കാട് 81% പോളിംഗ് ആണ്. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനും പിഷാരടിയും അതുപോലെ NMR റസാഖും മത്സരിക്കുന്ന ആവേശകരമായ പാലക്കാട് മണ്ഡലത്തിൽ 81% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 81.37%.
1,76,000 അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ 1:42, 1:43 പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 12,000 വോട്ടുകൾ കുറവാണ് പാലക്കാട് മണ്ഡലത്തിൽ. പക്ഷേ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ കുറവാണ് ഇതിനേക്കാൾ. അപ്പോൾ ഏതാണ്ട് സമാനമായി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞത്, എത്ര രജിസ്റ്റേർഡ് വോട്ടർമാരുണ്ടോ ആ രജിസ്റ്റേർഡ് വോട്ടർമാരിൽ നിന്നുണ്ടായിരിക്കുന്ന കുറവ് എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പാക്റ്റ് അല്ല എന്ന് തോന്നും. കാരണം 2 ലക്ഷം പേര് ഓൺ പേപ്പർ ഉണ്ടായിരിക്കുകയും അതിൽ 60,000 പേര് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും 1,74,000 പേരുണ്ടാവുകയും അതിൽ 30,000 പേര് മാത്രമാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്നും വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തേതാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം ആദ്യമുള്ളത് ഓൺ പേപ്പർ അത്രത്തോളം ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ലെജിറ്റിമേറ്റ് ആയിട്ട് ടേൺ ഔട്ട് ചെയ്യുന്ന വോട്ടർമാരായിരുന്നില്ല. മരണപ്പെട്ടവരും ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നവരും വോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ വിദേശത്ത് പോയവരും ഒക്കെ അതിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതൊന്നും തന്നെ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഉള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഹയർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള 2 പാർട്ടികൾ തമ്മിലുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് എത്രത്തോളം ഈ ജയാപജയങ്ങളെയൊക്കെ തന്നെ ബാധിക്കും എന്നത് നോക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ശരി, ഏതായാലും SIR-നെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കാൻ കൗതുകമുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ പോളിംഗ് ശതമാനവും SIR-ഉം തമ്മിൽ താരതമ്യപ്പെടുത്തി പറഞ്ഞേക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അവരുടെ ഒരു വിലയിരുത്തൽ വരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.